Good afternoon all. It's me Shamima, Civil Engineering Department, Majalis Polytechnic College, പുറമണ്ണൂർ. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി സർവേയിങ് 1ന് കണ്ടിന്യൂഷനായിട്ട് ഈ സെമ്മിൽ വരുന്ന സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റി സർവേയിങ് 2. നമ്മൾ QS 1ൽ ഒരു ബിൽഡിങ്ങിൻ്റെ, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എടുക്കാൻ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എർത്ത് വർക്ക് മുതൽ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കായിട്ടുള്ള പെയിൻറ്റിങ് വരെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റീസ്, മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചു കഴിഞ്ഞു. ഈ സെമ്മിലും സെയിം ടോപ്പിക്കാണ് ഫസ്റ്റ് വരുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന എന്താണ്, ബിൽഡിങ്ങിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ടെറസ് റൂഫാണ്. ടെറസ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് പ്ലെയിൻ റൂഫായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ എടുക്കാനാണ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത്. എന്നാൽ ഈ സെമ്മിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെറസ് റൂഫിന് പകരം സ്ലോപ്പ്ഡ് റൂഫാണ്. റൂഫ് സ്ലോപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രേ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക്ക് അതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതൊക്കെയാണ് ആ ടൈപ്സ് ഓഫ് റൂഫ് ഏതൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ടൈപ്സ് ഓഫ് റൂഫ്. ഫസ്റ്റ് വൺ ടെറസ് റൂഫ്. സെക്കൻഡ് വൺ പിച്ച്ഡ് റൂഫ് ഓർ സ്ലോപ്പ്ഡ് റൂഫ്. തേർഡ് വൺ കർവ്ഡ് റൂഫ്. ടെറസ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ടെറസ് റൂഫിൽ റൂഫ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നമ്മൾ സാധാരണ ഷോപ്പുകളിലൊക്കെ കാണാം, നമ്മുടെ വീടുകളിലൊക്കെ ടെറസ് റൂഫാണ് സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യാറ്. സെക്കൻഡ് വൺ പിച്ച്ഡ് റൂഫ് ഓർ സ്ലോപ്പ്ഡ് റൂഫ്. സ്ലോപ്പ്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പായിട്ട് വരുന്ന റൂഫിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ലോപ്പ്ഡ് റൂഫ് എന്ന് പറയുക. അതും വീടുകളിലൊക്കെ ഇപ്പോൾ കാണാം. നെക്സ്റ്റ് വൺ കർവ്ഡ് റൂഫ്. കർവ്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫിൻ്റെ ഷേപ്പ് വരുന്നത് ഒരു കേർവാണ്. കേർവ് ഷേപ്പിലാണ് റൂഫ് വരുന്നത്. സാധാരണയായിട്ട് ഓഡിറ്റോറിയങ്ങളിൽ അതുപോലെ ഹാളിലൊക്കെ കർവ്ഡ് റൂഫാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഈ സെമ്മിൽ പഠിക്കാനുള്ളത് പിച്ച്ഡ് റൂഫ് ഓർ സ്ലോപ്പ്ഡ് റൂഫിൻ്റെ എസ്റ്റിമേഷനാണ്. അപ്പോൾ നമുക്കതിൻ്റെ സബ് ഡിവിഷൻസ് എന്തൊക്കെയാണ് നോക്കാം. പിച്ച്ഡ് റൂഫ് ഓർ സ്ലോപ്പ്ഡ് റൂഫിന് നമുക്ക് ലീൻഡ് റൂഫ്, അതുപോലെ ഗാബിൾഡ് റൂഫ്, ഹിപ്പ് റൂഫ് അങ്ങനെ തരംതിരിക്കാൻ പറ്റും. ഇതിൽ ലീൻ ടു റൂഫ് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത് ഗാബിൾഡ് റൂഫ് അതുപോലെ ഹിപ്പ് റൂഫാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ എസ്റ്റിമേഷനാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലീൻ ടു റൂഫ്, എന്താ ഗാബിൾഡ് റൂഫ്, എന്താ ഹിപ്പ് റൂഫ് എന്താന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലീൻ ടു റൂഫ്. ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാളുകൾക്കിടയിൽ നമ്മൾ ഒരേ സൈഡിൽ ഒരേ ഡയറക്ഷനിൽ സ്ലോപ്പ് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീൻ ടു റൂഫ് എന്ന് പറയുക. ഇതിൽ സ്ലോപ്പ് ഒരു ഡയറക്ഷൻക്കല്ലേ, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുക, ലീൻ ടു റൂഫ് എന്ന് പറയുക. ഈ ലീൻ ടു റൂഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് ഈ രണ്ട് വാളുകൾ തമ്മിലുള്ള സ്പേസിങ്, സ്പാൻ എന്ന് പറയുന്നത് 2.4 മീറ്ററിലും കുറവാണെങ്കിൽ, അല്ലെങ്കിൽ 2.4 മീറ്ററോ അതിൽ കുറവോ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ലീൻ ടു റൂഫ് പ്രൊവൈഡ് ചെയ്യാറ്. ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാളുകൾക്ക് ഇടയിൽ ഒരേ ഡയറക്ഷനിൽ മാത്രം നമ്മൾ സ്ലോപ്പ് കൊടുത്തിട്ട് ചെയ്യുന്ന റൂഫിനെയാണ് ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. എവിടെ പ്രൊവൈഡ് ചെയ്യുക, 2.4 മീറ്ററിലും കുറവാണ് സ്പാൻ എന്നുള്ളിടത്താണ് നമ്മൾ ലീൻ ടു റൂഫ് പ്രൊവൈഡ് ചെയ്യാറ്. നെക്സ്റ്റ് വൺ ഗാബിൾഡ് റൂഫ്. ഗാബിൾഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അറിയാം, രണ്ട് സൈഡിൽ 2 ഡയറക്ഷൻസിലേക്കാണ് സ്ലോപ്പ് പോകുന്നത് അല്ലേ, 2 ഡയറക്ഷൻസിലേക്കാണ് സ്ലോപ്പ് പോകുന്നത്. അങ്ങനെയുള്ള റൂഫിനെയാണ് നമ്മൾ ഗാബിൾഡ് റൂഫ് എന്ന് പറയാം. ഹിപ്പ് റൂഫ് ആണെങ്കിൽ എങ്ങനെയാണ്, 4 ഡയറക്ഷൻസിലേക്കും സ്ലോപ്പ് പോകുന്നുണ്ട്. കണ്ടില്ലേ, സ്ലോപ്പ് പോകുന്നത് 4 ഡയറക്ഷനിലും സ്ലോപ്പാണ്. നമ്മൾ ഗാബിൾഡ് റൂഫ് പ്രൊവൈഡ് ചെയ്യുക രണ്ട് വാളുകൾ തമ്മിലുള്ള സ്പാൻ 3.6 മീറ്ററിലും കുറവാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗാബിൾ റൂഫ് പ്രൊവൈഡ് ചെയ്യുക. ഇനി 3.6 മീറ്റർ മാത്രമല്ല ഡിസ്റ്റൻസ് വരിക, രണ്ട് വാളുകൾ തമ്മിലുള്ള സ്പേസിങ് 3.6 മീറ്റർ അല്ല, അതിലും കൂടുതലാവാം അല്ലേ. അപ്പോൾ അതിലും കൂടുതൽ വരുമ്പോൾ ഈ
മുകൾ ഭാഗത്ത് ലോഡ് വന്നു ചേരുമ്പോൾ എന്തുണ്ടാവും? ഈ സ്ലോപ്പ് ഈ ഭാഗത്ത് ഈ ഡയറക്ഷനിലും ഇവിടുത്തെ സ്ലോപ്പ് ഈ ഒരു ഡയറക്ഷനിലും നീങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു സ്ട്രക്ചർ എന്താവും? ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റൂഫുകളാണ് ഇനി പറയാൻ പോകുന്നത്. കപ്പിൾ റൂഫാണ് നമ്മൾ ആ ടൈമിൽ യൂസ് ചെയ്യുക. കപ്പിൾ റൂഫിൽ ഫസ്റ്റ് വൺ ക്ലോസ്ഡ് കപ്പിൾ റൂഫ്. ക്ലോസ്ഡ് കപ്പിൾ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ലോപ്പുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടൈ ബീം കൊടുക്കും. ഈ ടൈ ബീം കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈ ബീം എന്താ ചെയ്യുന്നത്? ഈ രണ്ട് സ്ലോപ്പുകളെയും അവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടൈ ബീം കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പാൻ നമുക്ക് 4.2 മീറ്റർ വരെ ആവാം. ഈ സ്പാൻ എത്രയാവാം? 4.2 മീറ്റർ വരെ ആവാം. ഗാബിൾഡ് റൂഫാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എത്ര സ്പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 3.6 ആണ്. ഇവിടെ ടൈ ബീം കൊടുത്ത കാരണം നമുക്ക് എന്ത് ചെയ്യാം? 4.2 മീറ്റർ വരെ സ്പാൻ ആവാം. നെക്സ്റ്റ് ടൈപ്പാണ് കോളർ ബീം റൂഫ്. കോളർ ബീം റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലോസ്ഡ് കപ്പിൾ റൂഫിൽ ടൈ ബീം കൊടുത്തത് ഈ എൻഡിലായിരുന്നു അല്ലേ? ഒരു എൻഡിലായിട്ടാണ് ടൈ ബീം കൊടുത്തത്. എന്നാൽ ഇവിടെ കോളർ ബീം കൊടുക്കുന്നത് കുറച്ചുകൂടെ മുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കോളർ ബീം കൊടുക്കുക. ഓക്കെ, കോളർ ബീം പ്രൊവൈഡ് ചെയ്യുക കുറച്ചുകൂടെ മുകളിലായിട്ടാണ്. ഇങ്ങനെ നമ്മൾ കോളർ ബീം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പാൻ എന്ന് പറയുന്നത് 4.8 വരെ ആവാം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇപ്പോൾ 4.8 മീറ്റർ അല്ല, അതിലും കൂടുതൽ നമുക്ക് രണ്ട് വാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രസ് വർക്കാണ് അവിടെ കൊടുക്കുക. ട്രസ് രണ്ട് ടൈപ്പ് ഉണ്ട്. കിങ് പോസ്റ്റ് ട്രസ്സും ക്യൂൺ പോസ്റ്റ് ട്രസ്സും. അതിൽ ഫസ്റ്റ് വൺ കിങ് പോസ്റ്റ് ട്രസ്. ഇവിടെ ഇതിൻ്റെ പാർട്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. ടൈ ബീം ഉണ്ട്, ടൈ ബീം, ഒരു കിങ് പോസ്റ്റ് ഉണ്ട്, രണ്ട് സ്ട്രറ്റ് ഉണ്ട്. ഓക്കെ, ടൈ ബീം, കിങ് പോസ്റ്റ്, സ്ട്രറ്റ്. ഇതാണ് കിങ് പോസ്റ്റ് ട്രസ്സിൻ്റെ പാർട്സ്. ഇങ്ങനെ ഈ ട്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പാൻ എന്ന് പറയുന്നത് 5 to 8 മീറ്റർ വരെ ആവാം. ഓക്കെ, 5 to 8 മീറ്റർ വരെ ആവാം സ്പാൻ. നെക്സ്റ്റ് വണ്ണാണ് ക്യൂൺ പോസ്റ്റ് ട്രസ്. ഇതിൽ പാർട്സ് നോക്കാം. ടൈ ബീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ടൈ ബീം, രണ്ട് ക്യൂൺ പോസ്റ്റിനെ ബന്ധിപ്പിച്ചുകൊണ്ട് മുകളിൽ കൊടുക്കുന്ന ബീമിനെയാണ് സ്ട്രെയിനിങ് ബീം എന്ന് പറയുന്നത്. താഴെ കൊടുക്കുന്ന ബീമിനെ സ്ട്രെയിനിങ് സിൽ എന്ന് പറയും. പിന്നെ രണ്ട് സ്ട്രറ്റും കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ ക്യൂൺ പോസ്റ്റ് ട്രസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് വാളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 to 12 മീറ്റർ വരെ ആവാം. 8 to 12 മീറ്റർ വരെ ആവാം. ഓക്കെ, നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ എടുക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂഫ് എങ്ങനെയാണ് വരുന്നത്? ഗാബിൾഡ് റൂഫാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗാബിൾഡ് റൂഫിൻ്റെ പാർട്സ് കംപ്ലീറ്റ് തറോ ആയിരിക്കണം. ആദ്യം നമുക്ക് പാർട്സ് നോക്കാം. ഇതാണ് ഒരു ഗാബിൾഡ് റൂഫ്. ഗാബിൾഡ് റൂഫിൽ ഫസ്റ്റ് ഈ അറ്റത്ത് വരുന്ന ഈ ഒരു ഭാഗമാണ് കോമൺ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഇതിന് പാരലായിട്ട് എൻറ്റയർ ലെങ്ത്തിൽ കോമൺ റാഫ്റ്റർ പാരലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കോമൺ റാഫ്റ്റേഴ്സാണ്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴയ ഓടിട്ട വീടുകളിലൊക്കെ ഈ ഗാബിൾഡ് റൂഫാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ റാഫ്റ്റർ. കോമൺ റാഫ്റ്ററിനെ രണ്ട് സ്ലോപ്പിലുള്ള കോമൺ റാഫ്റ്റേഴ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ബോർഡാണ്, ഏറ്റവും മുകളിൽ കൊടുക്കുന്ന ഈ ബോർഡിനെയാണ് റിഡ്ജ് എന്ന് പറയുന്നത്. റിഡ്ജ് എന്ന് പറയുന്നത് രണ്ട് സ്ലോപ്പിലുമുള്ള കോമൺ റാഫ്റ്റേഴ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ബോർഡിനെയാണ് റിഡ്ജ് എന്ന് പറയുന്നത്.
കോമൺ റാഫ്റ്റേഴ്സിൻ്റെ ഏറ്റവും എൻഡിലുള്ള പോയിൻ്റാണ് ഈവ് എന്ന് പറയുന്നത് കോമൺ റാഫ്റ്റേഴ്സിൻ്റെ ഏറ്റവും എൻഡ് പോയിൻ്റാണ് നമ്മൾ ഈവ് എന്ന് പറയുക. രണ്ട് ഈവുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഈവ് സ്പാൻ എന്നറിയപ്പെടുന്നത്. ഈവുകളെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ബോർഡാണ് ഈവ് ബോർഡ്. ഈവുകളെ കണക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ബോർഡിനെയാണ് ഈവ് ബോർഡ് എന്ന് പറയുന്നത്. രണ്ട് കോമൺ റാഫ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെ നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നു. ഒന്നുകൂടി നോക്കാം. ഗാബിൾഡ് റൂഫിൻ്റെ പാർട്സ് ആണ് കോമൺ റാഫ്റ്റേഴ്സ് ഒരു നിശ്ചിത സ്പേസിങ് വിട്ടിട്ട് നമ്മൾ പാരലലായിട്ട് എൻറ്റയർ ലെങ്ത്തിൽ കൊടുക്കുന്ന ഈ ഒരു ബോർഡാണ് കോമൺ റാഫ്റ്റേഴ്സ്. ഓക്കെ, ഈ കോമൺ റാഫ്റ്റേഴ്സിനെ ജോയിൻ ചെയ്ത് ഏറ്റവും മുകളിൽ കൊടുക്കുന്ന ഈ ഒരു ബോർഡിനെ നമ്മൾ എന്ത് പറയും? റിഡ്ജ് എന്ന് പറയുന്നു. ഓക്കെ, കോമൺ റാഫ്റ്റേഴ്സിൻ്റെ എൻഡ് പോയിന്റിന് നമ്മൾ ഈവ് എന്ന് പറയും. ഈ രണ്ട് എൻഡിലുള്ള ഈവുകളുടെ ഇടയിലുള്ള സ്പേസിംഗ് ആണ് ഈവ് സ്പാൻ. എല്ലാ ഈവുകളെയും കണക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ബോർഡാണ് ഈവ് ബോർഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പാർട്സ് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് എസ്റ്റിമേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലെങ്ത് ഓഫ് കോമൺ റാഫ്റ്റർ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. 2 മാർക്കിനും 5 മാർക്കിനൊക്കെ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ലെങ്ത് ഓഫ് കോമൺ റാഫ്റ്ററിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പോർഷനായിട്ടാണ് കാണുക. 2 കോമൺ റാഫ്റ്റർ, അതിൻ്റെ 2 എൻഡ്, പിന്നെ ഇത് ഈവ് സ്പാൻ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി എടുത്ത് വരച്ചു. ഇനി ഇത് കോമൺ റാഫ്റ്റർ. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്, ഈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഇത് ഈവ് സ്പാൻ. ഈ ഈവ് സ്പാനിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഈ കോമൺ റാഫ്റ്റേഴ്സ് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ റൈസ് എന്ന് പറയുന്നത്. അതിനെയാണ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഞങ്ങൾ ഇങ്ങനെ മാറ്റി വരച്ചിട്ടുണ്ട്. ഈ ഒരു ഇതാണ് റൈസ്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? കോമൺ റാഫ്റ്റർ ഡിനോട്ട് ചെയ്യുന്നത് CR എന്നാണ്. ഇത് ഈവ് സ്പാൻ. പക്ഷെ നമുക്കിവിടെ ഹാഫേ വരുന്നുള്ളൂ. ഈവ് സ്പാനിനെ E എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഹാഫ് ആയ കാരണം ഹാഫ് ഓഫ് ഈവ് സ്പാൻ E/2. ഇതൊന്ന് കോമൺ റാഫ്റ്റർ നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം CR² = R² + E/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ലെങ്ത് ഓഫ് കോമൺ റാഫ്റ്റർ കണ്ടുപിടിക്കാൻ CR² കോമൺ റാഫ്റ്റർ സ്ക്വയർ = R² റൈസ് സ്ക്വയർ പ്ലസ് ഹാഫ് ഓഫ് ഈവ് സ്പാൻ സ്ക്വയർ E/2 ഹോൾ സ്ക്വയർ. ഇക്വേഷൻ പഠിക്കുക, നല്ലപോലെ പഠിക്കുക. 2 മാർക്സിന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് കോമൺ റാഫ്റ്റർ in terms of eave to eave span. Rise is 1/3 of span. ക്വസ്റ്റ്യൻ എന്താണ്? കോമൺ റാഫ്റ്ററിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഇൻ ടേംസ് ഓഫ് ഈവിൻ്റെ ടേംസിൽ വേണം കണ്ടുപിടിക്കാൻ. ഈവ് സ്പാനിൻ്റെ ടേംസിൽ വേണം കോമൺ റാഫ്റ്ററിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ. നമുക്ക് തന്നിട്ടുണ്ട് റൈസ് എന്ന് പറയുന്നത് 1/3 ഓഫ് ഈവ് സ്പാനാണ്. ഈവ് സ്പാനിൻ്റെ 1/3 ആണ് റൈസ്. അപ്പം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഗിവൺ ദാറ്റ് നമുക്ക് തന്നിട്ടുണ്ട് റൈസ് = 1/3 ഓഫ് സ്പാൻ. റൈസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക R എന്നാണ്. R = 1/3 E എന്ന് പറഞ്ഞാൽ സ്പാൻ, ഈവ് സ്പാൻ. ഇനി നമ്മുടെ ഇക്വേഷൻ CR² = R² + E/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √R² + E/2 ഹോൾ സ്ക്വയർ എന്ന് വരും.
ആർ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള എന്താ 1/3 ഓഫ് ഇ. അപ്പോൾ നമുക്കത് പ്രൊവൈഡ് ചെയ്യുക, അത് കൊടുക്കാം. റൂട്ട് ഓഫ് 1/3 ഇ ഹോൾ സ്ക്വയർ പ്ലസ് E/2 ഹോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് റൂട്ട് ഓഫ് E²/9 പ്ലസ് E²/4 വരും. അതെന്ത് വരും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 4e പ്ലസ് 9e² ഡിവൈഡഡ് ബൈ 36 എന്ന് വരും. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 13e²/36 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 13e/6. ഇതാണ് എന്ത് വരുന്നത്? കോമൺ റാഫ്റ്ററിൻ്റെ ലെങ്ത് വരുന്നത് ഇതാണ്. CR ഈസ് ഈക്വൽ ടു റൂട്ട് 13e/6. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലെങ്ത് ഓഫ് കോമൺ റാഫ്റ്റർ ഇൻ ടേംസ് ഓഫ് ഈവ്. ഈവിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈവിൻ്റെ ടേംസിൽ തന്നെയാണ് റൂട്ട് 13e. ആണ് എന്ത്? ഈവ് സ്പാൻ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഈവിൻ്റെ ടേംസിൽ തന്നെയാണ്. CR ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 13e/6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് കോമൺ റാഫ്റ്റർ ഇൻ ടേംസ് ഓഫ് ഈവ് ടു ഈവ് സ്പാൻ. റൈസ് ഈസ് 1/4 ഓഫ് സ്പാൻ. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നോക്കാം. ഗാബിൾഡ് റൂഫിൻ്റെ പാർട്സ് ആരും മറക്കരുത്. ഈ കോമൺ റാഫ്റ്ററാണിത്. കോമൺ റാഫ്റ്റേഴ്സിനെ ജോയിൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ ബോർഡിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഡ്ജ് എന്ന് പറയുക. കോമൺ റാഫ്റ്റേഴ്സിൻ്റെ എൻഡിലുള്ള പോയിൻറ്റിനെ ഈവ് എന്ന് പറയും. രണ്ട് ഈവുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, ആ സ്പേസിംഗ് ആണ് ഈവ് സ്പാൻ. ഓരോ ഈവിനെയും കണക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ ബോർഡാണ് ഈവ് ബോർഡ്. ഇതാരും മറക്കരുത്, തറവായിട്ട് പഠിക്കുക, എങ്കിലേ അടുത്ത ക്ലാസ്സിൽ എസ്റ്റിമേഷൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു.